ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അംഗ്രക്ക മോഡൽ കുർത്തിയാണ്. ഹക്കോബ ക്ലോത്ത് കൊണ്ട് അംഗ്രക്ക മോഡൽ. അതിനായിട്ട് നെക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഒരു ട്രേസിങ് പേപ്പറിൽ നെക്ക് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ലൈനിങ് ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് നമ്മൾ മെയിൻ ഹക്കോബ ക്ലോത്തിലേക്ക് ലൈനിങ് എൻഡ് വഴി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഒരു ഫാബ്രിക് എടുത്തിട്ട് അതിലേക്ക് ഈ ലൈനിങ് ഇങ്ങനെ അതിൻ്റെ നെക്കെല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ എൻഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാവും. അത് കുറച്ച് ഈസി ആയിരിക്കും നമുക്ക്. ഫസ്റ്റ് ആ ട്രേസിങ് പേപ്പറിൽ നെക്ക് കട്ട് ചെയ്യുന്നത് നമുക്ക് ഓപ്ഷണലാണ്. ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ നല്ല ഷേപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അംഗ്രക്ക മോഡൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ലേസ് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നെക്ക് കറക്റ്റ് വി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് എൻഡ് വഴി എക്സ്ട്രാ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല വശം. നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാക്ക് നെക്ക് ചെയ്യുന്നത് പ്ലെയിൻ റൗണ്ട് നെക്കാണ്. അപ്പോൾ അത് ട്രേസിങ് പേപ്പറൊന്നും കട്ട് ചെയ്യാതെ ഡയറക്റ്റ് ലൈനിങ് ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് അത് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലേസ് ജസ്റ്റ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കി ആ മെഷർമെൻറ്റ് അനുസരിച്ച് നമ്മൾ 2 പീസ് ലേസ് കട്ട് ചെയ്തെടുത്തു. ഒരു സൈഡിൽ ചെറിയൊരു ലേസ് അറ്റാച്ച് ചെയ്താൽ മതി. അടുത്ത സൈഡിലാണ് നമ്മൾ താഴെ വരെയും അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ താഴെ നമ്മൾ സെൻറ്ററിൽ ഒരു സൈഡിലേക്കായിട്ടാണ് ഓപ്പൺ കൊടുക്കുന്നത്. അല്ലാതെ സൈഡിൽ നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നില്ല. സ്ലിറ്റ് കൊടുക്കാതെ എ ലൈൻ ടോപ്പ് പോലെയാണ് ചെയ്യുന്നത്. 2 സൈഡിലും സ്ലിറ്റ് ഇല്ലാതെ ഇതുപോലെ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോയിട്ട് അവിടെ ഒരു ചെറിയ നോട്ട് ഒന്ന് മടക്കി തച്ചിട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ താഴോട്ടേക്കാണ് പോണത്. പിന്നെ ചെരിവില്ലാതെ സ്ട്രെയിറ്റ് ലൈനിലേക്കാണ് താഴെ വരെ പോണത്. അപ്പോൾ താഴെ എന്നിട്ട് നമുക്ക് എത്ര ഓപ്പൺ വേണോ അത്രയും ഹിറ്റ് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഓപ്പൺ വേണം, മുട്ട് വരയ്ക്കും ഓപ്പൺ ആകണമെങ്കിൽ അങ്ങനെ ഇടാം. അത് സെൻറ്ററിൽ ആ ലേസിൻ്റെ സൈഡിൽ ഓപ്പൺ ആകുമ്പോൾ അത് ഭംഗിയായിരിക്കും. അത്രത്തോളം എത്ര ലെങ്ത് അനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഓപ്പൺ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഓപ്പണിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് ലേസ് കണ്ടിന്യൂസ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ലേസ് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. പിന്നെ അതുപോലെ കട്ട് ചെയ്ത സൈഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ മടക്കി വെച്ചിട്ട് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ബ്ലാക്കിൽ റെഡ് ലേസ് വരുമ്പോൾ അല്ലെങ്കിൽ മെറൂണൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ കൊടുത്തേക്കുന്നത്. നെക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് ഫ്രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ സൈഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഈ ഓപ്പണ്. അപ്പോൾ ഈ സ്ലിറ്റ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ആ സൈഡിലേക്ക് പോയതുപോലെ തോന്നില്ല. സ്ലീവ്സിന് കട്ട് ചെയ്യുന്നതാണ്. 2 പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് മെഷർമെൻറ്റ് അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ എൻഡിൽ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ആ അംഗ്രക്ക മോഡലിന് യൂസ് ചെയ്ത അതേ ലേസ് നമ്മൾ സ്ലീവ്സിൻ്റെ എൻഡിലും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സ്ലീവ്സ് എടുത്തിട്ടുണ്ട്. സ്ലീവ്സിൽ ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നില്ല. ഹക്കോപ്പയുടെ ഹോൾസ് ജസ്റ്റ് വിസിബിളായിരിക്കും. സ്ലീവ്സിൽ ലൈനിങ് ആവശ്യമുള്ളവർക്ക് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാം ഈ സമയത്ത്. എന്നിട്ട് ലേസ് വെച്ച് കൊടുക്കുക. ഞാൻ 3/4 സ്ലീവാണ് ചെയ്യുന്നത്. ഫൈനലി സ്ലീവ്സ് രണ്ടും ബോഡി പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ എ ലൈൻ മോഡലാണ്. അതുകൊണ്ട് തന്നെ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് താഴെ വരെയും ജോയിൻ ചെയ്യണം ബോഡി പോർഷൻ. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഈ സെയിം ഫാബ്രിക് കൊണ്ട് ബേബിക്ക് ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.